ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ വിളക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളക്കിന് വന്നതാണ് വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും കറുതുട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് തൊഴുത് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ തൊഴുത് വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാനും കറുതുട്ടനും ഭൂരി കഴിച്ചു. ഭൂരിയും ഇഷ്ടവും ഉണ്ട് കേട്ടോ. പിന്നെ ചായയും കൂട്ടിയിട്ട് ഞങ്ങൾ രാവിലെ നല്ലൊരു പിടുത്തം പിടിച്ചു. അതിനുശേഷം ഞങ്ങളൊരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ ഞാനും കറുതുട്ടനും അമ്മയും കൂടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അതാ എല്ലാം വിളമ്പി സദ്യ അതിഗംഭീരമായിരുന്നു. ഓലനും കാബേജ് ഉപ്പേരിയും അവിയലും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കാണുകയാണ്. പിന്നെ കാവടിയാട്ടം ഉണ്ട് കേട്ടോ. പിന്നെ തകിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 3 മണി 3:30 ആകുമ്പോഴാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് പോണത്. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതല്ല താലെടുക്കാനുള്ള എല്ലാ ആൾക്കാരും റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി തുടങ്ങി. ഇനി ഇതാ താലെടുക്കാനുള്ള ആൾക്കാർ ഇതാ പറഞ്ഞ മാതിരി ഇപ്പോൾ വരും. അപ്പോൾ അതിൻ്റെ മുന്നേ കാവടിയാട്ടമാണ് തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ താലത്തളിക്കൊക്കെ ഇതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും താലെടുക്കാൻ വന്നാൽ മതി. പിന്നെ ആനേനെ കുളിപ്പിച്ചിട്ട് കൊടുന്നു. ആനേനെ ഇതാ റെഡിയാക്കി നിർത്തിയിരിക്കണു. പിന്നെ എല്ലാവരും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് പോയി. ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ വൈകുന്നേരത്തെ ദീപാരാധന തൊഴാൻ പോകാമല്ലോ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ദീപാരാധന തൊഴാൻ വേണ്ടി ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പോയി ദീപാരാധന തൊഴുതു. എന്നിട്ട് ഞങ്ങളത് അവിടെ നിൽക്കുകയാണ്. ഇനി താലക്കാരും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പൊക്കെ കാണാമല്ലോ വൈകുന്നേരത്ത് വിചാരിച്ചിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ കയറി തൊഴുതിൻ്റെ ശേഷം അവിടെ അവരെ കാത്ത് നിൽക്കുകയാണ്. പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ വരുന്നത് കാണാമല്ലോ, വൈകുന്നേരത്തെ പരിപാടി കാണാമല്ലോ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ എന്നിട്ട് വിളക്ക് പരിപാടിയുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. ഇപ്പോൾ അതാ താലക്കാരൊക്കെ വന്നു. താലക്കാരും പഞ്ചവാദ്യം തായമ്പകക്കാരും വെളിച്ചപ്പാടന്മാരും എല്ലാവരും വന്നു കേട്ടോ. ഞങ്ങൾ രാത്രി പരിപാടി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വിളക്ക് പരിപാടി അതിഗംഭീരമായി. ഞങ്ങൾ എന്നിട്ട് പരിപാടിയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.